ഈ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടമ്മേ. ആ, അത് നന്നായി. അല്ല, എന്തായി കാര്യങ്ങള്? എന്താവാൻ, എസ് നമ്മുടെ സ്വന്തം ആളല്ലേ. ആവശ്യത്തിന് പണം ഞാൻ വാരി അറിഞ്ഞിട്ടുണ്ട്. അവളെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. ഋതികയെ കുരുക്കാനുള്ള ഒരു കെണി നീ ഒരുക്കി വെച്ചോ? രാജു ജയിലിലായതുകൊണ്ട് ഇനി അവളെ സംരക്ഷിക്കാൻ ആരുമില്ലല്ലോ. ഈ അവസരം നമ്മൾ ഉപയോഗിക്കുന്നു. ശരിയമ്മേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആ ദീപകേ, ഒരു കാര്യം, അടുത്ത കാലത്തൊന്നും രാജു ജയിൽ മോചിതനാവരുത്. കുറഞ്ഞതൊരു 2-3 വർഷത്തേക്കെങ്കിലും അവൻ പുറം ലോകത്തേക്ക് വരരുത്. ആ കാലയളവിനിടയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് സുവർണ ദിവസങ്ങളാ. അതെ അമ്മേ, അവൻ അകത്ത് കിടക്കുന്ന സമയം കൊണ്ട് ഋതികയും അതുവഴി അമ്മാവന്റെ സ്വത്തും ഞാൻ സ്വന്തമാക്കും. എല്ലാം നടക്കൂടാ മോനെ, നീ ധൈര്യമായിട്ടിരിക്കെ. പിന്നെ ആദ്യം നീ അവൾക്കൊരു കെണി വെച്ച് കൊടുക്ക്. അത് ഞാൻ ഏറ്റമ്മേ. അൺനോൺ നമ്പർ ആണല്ലോ. ഹലോ, കാറിടിച്ച് ഒരാളെ കൊല്ലാറാക്കിയിട്ടിട്ട് നീ നിന്റെ അച്ഛന്റെ പിയുടെ തലയില് ആ കുറ്റം കെട്ടിവെച്ച് സ്വതന്ത്രമായിട്ട് നടക്കാന്ന് വിചാരിച്ചോ? ആരാ നിങ്ങള്? നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നീയാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് പുറം ലോകം അറിഞ്ഞാ എന്താ ഉണ്ടാവും നിനക്കറിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ ഞാനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് രാജു ജയിൽ മോചിതനാവും. എനിക്കും അത് തന്നെയാ വേണ്ടത്. നിങ്ങള് ഞാനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ എനിക്കതില് സന്തോഷമേ ഉള്ളൂ. ഓ, അവനെ രക്ഷപ്പെടുത്താൻ നീ അത്രയൊക്കെ ചെയ്യോ? നീ ദീപക്കാണോ? ദീപക്കോ? അതാരാ? അതാരെങ്കിലും ആവട്ടെ. ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഹലോ, ഹലോ, നിങ്ങൾ ആരാ? ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവും. സ്വന്തം മകളുടെ കുറ്റം മറയ്ക്കാൻ പിയെ ബലിയാടാക്കിയ മന്ത്രി പ്രതാപനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കും. അപമാനം താങ്ങാനാവാതെ പ്രതാപൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം നിസ്സാരം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഉപകാരം. എനിക്ക് അത്യാവശ്യത്തിന് കുറച്ച് പണവും കുറച്ച് സ്വർണവും വേണം. അത് നീ തന്ന നിന്റെ അച്ഛൻ സേഫ്. മറിച്ചാണെങ്കിൽ അറിയാലോ. നിങ്ങൾക്ക് എത്ര പണോ വേണ്ടത്? അങ്ങനെ വഴിക്ക് വാ മോളെ. അല്ല, നിനക്ക് രാജുവിനെ രക്ഷപ്പെടുത്തണ്ടേ? അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമാണോ? എങ്കിലേ അച്ഛന്റെ ജീവൻ രക്ഷിക്കാനുള്ള വില അത് നിനക്കിടാം. ഒട്ടും കുറവ് വരില്ലെന്ന് എനിക്കറിയാം. 2 മണിക്കൂറിനുള്ളിൽ ടൗണിന്റെ ഔട്ടറിലുള്ള 100 ഏക്കറിന്റെ പിന്നിൽ ഒരു ആൽമരത്തിന്റെ പുറകിൽ ക്യാഷും സ്വർണവും കൊണ്ടുവയ്ക്കണം. ഹലോ, ഹലോ, എന്താ ഋതിക? എന്താ പ്രശ്നം? പറയാം. രാജു ഇല്ലാത്തതിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട്. കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും ആകെ തകിടം മറിഞ്ഞിരിക്കുക. എല്ലാം
രാജു ആയിരുന്നില്ലേ കൈകാര്യം ചെയ്യുന്നത്. അവനില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. പ്രതാപ, ഞാൻ പറയുമ്പോ നിനക്ക് ഇഷ്ടക്കേട് തോന്നരുത്. രാജുവിനെ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ടാ ഇപ്പോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നീ വിഷമിക്കുന്നത്. നാളെയും ചിലപ്പോ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് അവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്ര ബുദ്ധിയല്ലെന്നേ ഞാൻ പറയൂ. നീ ദീപക്കിനൊരു അവസരം കൂടെ കൊടുത്തു നോക്ക്. അവന്റെ ഭാഗത്തു നിന്നും ഇതിനു മുൻപ് കുറച്ച് അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ അതൊക്കെ അവന്റെ പരിചയക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാ. നീ അവനെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കേ. നീ നല്ല രീതിയിൽ അവനെ ഒന്ന് ഗൈഡ് ചെയ്താ അവൻ നന്നാവും. അവന് കാര്യപ്രാപ്തി ഉണ്ടാവും. പിന്നെ അവൻ നിനക്കൊരു സഹായിയായി മാറും. അംബിക ചേച്ചി രാജുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവൻ ഒരു ഹ്യൂമൻ കമ്പ്യൂട്ടറാണ്. അത്രയ്ക്ക് ടാലന്റഡ് ആണ് അവൻ. എത്ര അസാധ്യമായ കാര്യവും നിസ്സാരമായി പരിഹരിക്കാനുള്ള അവന്റെ മികവ്, അത് കണ്ട് ഞാൻ പലവട്ടം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവന്റെ വിശ്വാസ്യത, ആത്മാർത്ഥത, സ്നേഹവും ബഹുമാനവും അതൊന്നും ഞാൻ മറ്റാരിലും കണ്ടിട്ടില്ല.